എങ്ങും ഒരു ശാന്തി വീശി ലോകം മുങ്ങി നിർവ്വാണത്തിൽ താനെ എത്തി നിന്നു ഭാരതത്തിൽ ഒരു 10 ശതാബ്ദമാ ശാന്തി. കുമാരനാശാൻ തൻ്റെ ചണ്ടാല ഭിക്ഷുകി എന്ന കവിത അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ബുദ്ധൻ്റെ കാലഘട്ടം എന്നത് 2000 വർഷങ്ങൾക്ക് മുൻപാണ്. അത് കഴിഞ്ഞ് 10 ശതാബ്ദം, അതായത് 1000 വർഷങ്ങൾ ബുദ്ധദർശനത്തിൻ്റെ ശാന്തി ഏറിയും കുറഞ്ഞും ഭാരതത്തിൽ നിലനിന്നു. എന്നാൽ അതിനുശേഷം നാം ജീവിക്കുന്നിടത്തേക്ക് വീണ്ടും 1000-ൽ പരം വർഷങ്ങളുടെ ദൈർഘ്യമുണ്ട്. ഈ ദൈർഘ്യം നാം കടന്നു പോകുന്നത് എങ്ങനെയാണ്? കടുത്ത ജാതി ജീവിതത്തിൻ്റെ കയ്പുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഭാരതത്തിൻ്റെ ഇന്നുവരെയുള്ള 1000 വർഷങ്ങൾ തുടർന്ന് കടന്നു പോരുന്നത്. ചാതുർവർണ്ണ വ്യവസ്ഥയുടെ കീഴിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ മനുഷ്യർ വേർതിരിക്കപ്പെടുകയും നിരവധി നിലയ്ക്കുള്ള പീഡനങ്ങളിലൂടെ നാം എല്ലാം കടന്നു പോവുകയും ചെയ്തു. സാമൂഹ്യ വിപ്ലവങ്ങളാണ് ഇന്ത്യയെ യഥാർത്ഥത്തിൽ മാറ്റി എഴുതിയതെന്ന് പറയാം. എന്നിട്ടും ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഏറിയും കുറഞ്ഞും രഹസ്യമായും പരസ്യമായും ജാതി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ യാഥാർത്ഥ്യങ്ങളെയെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ അവയുടെ എല്ലാം പശ്ചാത്തലത്തിൽ നിന്ന് എങ്ങനെ മാതങ്കിയുടെയും ആനന്ദൻ്റെയും കഥയെ കാണാം എന്നതായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതംഗി ചരിതം എന്ന കഥകളിയുടെ നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. കലാമണ്ഡലത്തിലെ കലാകാരന്മാർ തന്നെ അണിയിച്ചൊരുക്കിയിരിക്കുന്ന മാതംഗി ചരിതത്തിൽ ശ്രീ പീശപ്പള്ളി രാജീവൻ എന്ന സമകാലീന കഥകളി രംഗത്തെ പ്രതിഭയും അരങ്ങിലെത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ മാതംഗി ചരിതം എന്ന കഥകളി കേരള കലാമണ്ഡലം എന്ന സ്ഥാപനത്തിൻ്റെ പുതിയ ഒരു കാൽവയ്പ്പാണ്. ആധുനികമായ തിയേറ്ററിൻ്റെയും ആധുനികമായ രംഗ സംവിധാനങ്ങളുടെയും ഒരു പുതിയ സംസ്കാരം കഥകളിയിലേക്ക് കൂടി വെളിച്ചം വീശുകയാണ്. അത് തീർച്ചയായും നിലവിലുള്ള കഥകളിയുടെ ശക്തി സൗന്ദര്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനികമായ ഒരു മുഖം കഥകളിക്ക് നൽകുന്നു. ഇത്തരത്തിൽ ഒരു പുതിയ ശ്രമമാണ് മാതംഗി ചരിതം. അതുകൊണ്ട് തന്നെ മാർച്ച് 27-ന് കേരള കലാമണ്ഡലത്തിൽ എത്തിച്ചേരാനും മാതംഗി ചരിതത്തിൻ്റെ ഈ നവ്യാനുഭവം പങ്കുവെക്കാനും നിങ്ങളും കേരള കലാമണ്ഡലത്തിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും 27-ന് മാതംഗി ചരിതത്തിൻ്റെ കാഴ്ചയ്ക്കായി കേരള കലാമണ്ഡലത്തിലേക്ക് സ്വാഗതം ചെയ്യും.